ഹാപ്പി ഈസ്റ്റർ. ബിപി കൂടി, തലവേദന എടുത്ത് ഇഞ്ചി തുള്ളിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആണ്. ഇന്നലെ വലിയൊരു ചെറിയതായിട്ട് മഴയൊക്കെ ഒന്ന് ചാറി ചൂറിയൊക്കെ പോയി, പെയ്തില്ല. വൈകിട്ട് എലിക്കുട്ടിയമ്മ കിടന്ന് ഭയങ്കര പ്രാർത്ഥനയും ഒക്കെയായിരുന്നു. എലിക്കുട്ടിയമ്മയുടെ ഉറക്കം കുറവായിരുന്നു തോന്നുന്നു ഇന്നലെ വൈകിട്ട് അല്ലേ. വെളുപ്പനെയൊക്കെ കിടന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഓർത്താണ് ഒന്ന് റിക്കവർ ചെയ്താലോ എന്ന്. പിന്നെ ക്ഷീണം കാരണം അവിടെ കിടന്നു വേണം. വെയിലെല്ലാം കൊണ്ടേ നല്ല വെയിലായിരുന്നല്ലോ ഇന്നലെ വെള്ളിയാഴ്ച. ഇപ്പോൾ എന്നിട്ട് രാവിലെ ആയിട്ട് എലിക്കുട്ടിയമ്മയിൽ നടന്നു. വാർക്ക വന്ന് അവിടെ ആരുണ്ടോ ഇരുന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ തൊഴുത്തിലോട്ട് പോയി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആരാ ഉള്ളേ? അവിടെ ആരാ ഉള്ളേ? അവിടെ ആരാ ഉള്ളേന്ന്? അവിടെ അവിടെ ആരുമില്ല. പിന്നെ ആരെയാ നോക്കണേ? കന്നാലിക്കൂടെ. പൊന്നു അവിടെ നോക്കി നിൽപ്പുണ്ടല്ലേ? പൊന്നു അവിടെ തീറ്റയൊക്കെ നോക്കി നിൽപ്പുണ്ട്. പൊന്നു നമ്മുടെ പശുക്കിടാവേ, പശുക്കിടാവ് അവിടെ നോക്കി നിൽപ്പുണ്ടെന്ന്. പശുക്കിടാവേ, ഒരു കിടാവ് അവിടെ നിന്ന് അയർക്കൊണ്ട് നിൽക്കാൻ തോന്നണം. അത് ചുമ്മാ നിൽക്കുവാണ് അവൾ. അരിക്കുട്ടിയമ്മ അങ്ങനെ അങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുവാണ്. ഇതിലെ കുറച്ച് നേരം രാവിലെ നടന്ന ശേഷം ഇന്ന് രാവിലത്തെ പരിപാടികൾ എന്നൊക്കെയാണ് നോക്കാട്ടെ. എല്ലാവരും ഉണർന്നൊക്കെ വന്നേ ഉള്ളൂ. ഇന്നലെ കുരിശിൻ്റെ വഴിക്കൊക്കെ പോയി എല്ലാവരും ക്ഷീണിച്ചിലവാട് തീർന്നു. അതുകൊണ്ട് രാവിലെ ഇന്ന് കാപ്പിക്ക് തന്നെ ദോശയാണോ? ക്ഷീണിച്ചു പോയതുകൊണ്ടാണ് രാവിലെ ദോശ ക്ഷീണിച്ചു പോയതുകൊണ്ടല്ല. നല്ല കുരിശിന്റെ വഴിക്ക് നല്ല വെയിലല്ലായിരുന്നോ? നല്ല ഭയങ്കര വേദനയായിരുന്നു. ഇന്നലെ ഒന്നും ചെയ്തില്ല. വന്ന ഉടനെ കിടക്കുവായില്ലേ. ബിപിയും കൂടി, തലവേദന എടുത്ത്. ഇപ്പോഴും എനിക്ക് ശരിക്കും അത് ആയിട്ടില്ല. 3 മണിക്കായിരുന്നു കുരിശിൻ്റെ വഴി. എങ്കിലും ഒരു 1 കിലോമീറ്ററോളം 1.5 കിലോമീറ്ററോളം നടപ്പുണ്ടായിരുന്നു കുരിശിൻ്റെ വഴി അല്ലേ? അത് നടപ്പിന്റെ കുഴപ്പമില്ല. നല്ല തീ വെയിലായിരുന്നു. നല്ല ഉച്ചക്കില്ല. ഇടവകേറെ മനുഷ്യർ മുഴുവനും ഉണ്ടായിരുന്നുള്ളത് അതിനകത്ത് സംബന്ധിക്കാൻ. അത് സാറിന് ഈസ്റ്റർ എല്ലാവരും കുരിശിൻ്റെ വഴിക്കൊക്കെ വരുന്നതാണ്. പിന്നെ ഇന്നലത്തെ രാവിലത്തെ കാര്യം പറഞ്ഞാൽ, ഇന്നലെ വെള്ളിയാഴ്ച രാവിലെ ഇവിടെ കഞ്ഞിയായിരുന്നു. കഞ്ഞിയും പാവയ്ക്കാത്തോരനും സാമ്പാറും പപ്പടവും. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഒരു നേരമായിരുന്നു അല്ലേ? അതിൻ്റെ അത് സ്ഥിരമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വൈകുന്നേരം ഒരു ചായ ഒന്നും കുടിച്ചില്ല. ഞങ്ങളുടെ കൊണ്ട് പൊതുവായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെ വന്നപ്പോഴത്തേനും പ്രശ്നമായിപ്പോയി. എന്നാൽ ഇന്നലെ നിങ്ങൾ പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോഴത്തേനും അമ്മ കുറച്ച് നേരം ഇതിലിട്ട് ഓടി കുറേ നേരം നടന്നു. എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടെ പള്ളിയിൽ പോയിരിക്കുകയാണ്, കുരിശിൻ്റെ വഴിക്ക് പോയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വരുള്ളൂന്ന് പറയും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാൻ ചായ ഉണ്ടാക്കി കൊടുത്തു. ചായ നമ്മുടെ വട്ടയപ്പം ഉണ്ടായിരുന്നല്ലോ, വട്ടയപ്പം കൂടെ ആയിരുന്നു കഴിച്ചിട്ട് പിന്നെയും ചോദിച്ചുകൊണ്ടിരുന്നു എവിടെ പോയി എല്ലാവരും. ഞാൻ പറയുന്നത് അമ്മ എല്ലാം പള്ളിയിൽ പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് പിന്നെ പോയി കിടക്കുക ചെയ്തേ. പിന്നെ പോയി കിടന്നു. അത് ഞാൻ ഇപ്പോൾ ഉറങ്ങാനും പറ്റില്ല. എനിക്ക് തലവേദന ഉറക്കമില്ലായിരുന്നു. അതിൻ്റെ കൂടെ ഈ പ്രാർത്ഥന ഒച്ചയും കൂടെ ആയപ്പോൾ ഒന്നും കൂടെ കൂടുതലായി. പിന്നെ പാരസെറ്റാമോളും കൂടെ ഞാൻ എടുത്ത് കഴിച്ചു, തലവേദന ഒന്ന് കുറയാൻ വേണ്ടിയിട്ട്. അതില്ലാത്ത വെയിൽ കൂടുന്നതിൻ്റെയൊക്കെ ആണോ? നാളെ കൂടിയുള്ള വെയിൽ വിളിച്ചേക്കല്ലേ. ഇന്നലെ വെള്ളിയാഴ്ച അങ്ങനെയായിരുന്നു. കുരിശിൻ്റെ വഴി എല്ലാവരും കൂടി അങ്ങനെ കഴിഞ്ഞ് വന്നു രാവിലെ. റിവാനും തലവേദനയാണ്. റിവാനും ഇപ്പോഴും തലവേദന പോയിട്ടില്ല. അത് നല്ല വെയിലായിരുന്നു ഇന്നലെ. ഒത്തിരി ദിവസം കൂടി മിനിഞ്ഞാന്നത്തേക്കാളും വെയിലായിരുന്നു ഇന്നലെ. ഞങ്ങളവിടെ വന്നപ്പോഴെല്ലാം ഭയങ്കര വെയിൽ ചൂടായിരുന്നു. മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ടാ മഴ. ഇന്നലെ വൈകിട്ട് ഒരു മഴ ചാറിപ്പോയി കേട്ടോ. ആ മഴ ചാറിയ രസമാണ്. ഇവിടുന്ന് തെളിക്കുന്നപ്പടി അങ്ങോട്ട് ചാറിയിട്ടില്ല. അത് കഴിഞ്ഞ് വാണിയങ്കാവിൻ്റെ ഭാഗത്ത് കുറച്ച് ചാറിയിട്ടുണ്ടായിരുന്നു. കുറുപ്പന്തല്ലം കുറച്ച് ചാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ നമ്മൾ രാവിലത്തെ കാപ്പിക്കുള്ള ദോശയുടെ പരിപാടി നടക്കുന്നു. രാവ് അവിടെ കരയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ് രാവിലെ നാളത്തേനുള്ള നമ്മളെ നോമ്പോടലിനുള്ള പന്നിക്കുട്ടനൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കിടപ്പുണ്ട്.
പന്നിക്കുട്ടനൊക്കെ വെള്ളത്തിൽ കിടപ്പുണ്ട്. അതാണ് ബാക്കി കഞ്ഞി വെന്ത് കഴിയുമ്പോഴേ അടുത്തരോട് തന്നെ അങ്ങ് വിൽക്കുമായിരുന്നെങ്കിൽ ആ പണി അങ്ങ് തീർന്നോളൂ തന്നെ എടുത്ത് വെച്ചതാണ്. ഇതൊരു ദിവസം ശരിക്കും ഈ സാധനം ഉണ്ടാക്കി കഴിക്കണ പിറ്റേ ദിവസം കഴിച്ചാലാണ് ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം. ഇത് അന്നന്ന് കഴിക്കുന്നതിനകത്തൊരു ടേസ്റ്റില്ല. ഇതൊക്കെ ശനിയാഴ്ച രാവിലത്തെ പരിപാടികൾ ആണ് നമ്മൾ കാണിക്കുന്നത്. സാമ്പാർ ഇരിപ്പുണ്ട്. ഇന്നലത്തെ ദോശയ്ക്ക് ഇന്നലത്തെ സാമ്പാർ ഇരിപ്പുണ്ട്. വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചമ്മന്തി കൂടെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇന്ന് രാവിലത്തെ കാര്യങ്ങൾ അങ്ങനെയായി. പാവയ്ക്കാത്തോരൻ ഇരിപ്പുണ്ടോ? പിന്നെ തോര എന്തെങ്കിലും ഒരു ചാറും കൂടെ ഉണ്ടാക്കിയാൽ മതി. പാവയ്ക്ക ചമ്മന്തി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. ഇപ്പോഴത്തെ ശനിയാഴ്ചത്തെ കാര്യങ്ങൾ ഏകദേശമൊക്കെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. പൊന്നു കൊടുക്കുന്ന കാരണമുണ്ട്. വിവാൻ ക്ഷീണം കാരണം ആയിട്ടില്ല കേട്ടോ. വിവാൻ ക്ഷീണം കാണാം ഏറ്റവും കുതിരിപ്പുണ്ട്. വിവീനെ ഇവിടെ എന്തൊക്കെയോ പരീക്ഷയുടെ ഭാഗങ്ങളായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ബി പി പരിശോധന എങ്ങനെയുണ്ട്? ബി പി നോക്കിയിട്ട് കുഴപ്പമില്ല. ജാക്കുവേ നടുക്കോടാ ജാക്ക് കൂട്ടാ. അപ്പം ഞാൻ ചക്ക എടുക്കാൻ പോകണേ. പോയി ചക്ക എടുത്തോണ്ട് വരാം. രാവിലെ മഴക്കാറുണ്ട്. ഇതിനും കൂടി ചൂട് കൂടാനായിട്ടായിരിക്കും. മഴയിട്ട് പെയ്യത്തുമില്ല. ഈ പ്ലാവിലെ ചക്കയാണ് ചാച്ചൻ വലിച്ചടിച്ച് താഴെ പോയി. 2 ഒരെണ്ണം മൂത്താണ്. ഇതാണ് നമ്മൾ കൊണ്ടുപോകണം. മറ്റേത് പശുവിന് കൊടുക്കാം. അമ്മ രാവിലെ ചക്ക പറിച്ച് പുഴുങ്ങാനായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ മൂത്തത് മുഖത്തല്ലാണ്ട് കൂടിയാണ്. ഇഞ്ചി തുള്ളിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചക്ക കൊണ്ടുവന്നു. അമ്മയോടെ ഉണ്ടാക്കണ മൂത്തവും പിന്നെ പകുതി മുപ്പായതും കൂടെ കൂടിയാണ് മിക്സ് ചെയ്താൽ ഉണ്ടാക്കണം. അത് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ അവിടെ ഉണ്ടാക്കണം. അധികം മൂക്കാത്തല്ല രുചി. അത് ഒത്തിരി മൂത്തല്ലെന്ന് തോന്നുന്നു. കണ്ടിട്ട് എന്നാലും പുഴുങ്ങാതെ മൂത്താന്ന് തോന്നുന്നു. ആ മുള്ളങ്ങ് ശരിക്കും പരന്നിട്ടില്ല. അഴിച്ച് താഴെയിട്ട് നോക്കി. ആ ഒരു ചക്ക പശുവിന് കൊടുക്കാം. അതിനകത്ത് ഒരെണ്ണമുണ്ട്. അതാണ് പശുവിന് കൊടുത്തേക്കാം. അത് മേടിക്കില്ല. ഇത് അതുകൂടെ വേറെ അവിടെ ഉണ്ട്. 2 മുരിച്ചാൽ മൂത്ത അവിടെ മാറ്റി വെച്ചിരിക്കുന്നു. പഴിപ്പിക്കാൻ വെച്ചിരിക്കുന്ന പറയും. പക്ഷെ അതും ആ ചെറുതും കണ്ടിട്ട് എനിക്ക് പകുതി മൂപ്പായ പോലെ തോന്നണം. കണ്ടിട്ട് മറ്റു നോക്കി. അത് മുഴുപ്പില്ല, മുഴുത്തിട്ടില്ല തോണ. വേനലായോണ്ടാന്ന് തോന്നുന്നു. ഇത് പിഞ്ചല്ലേ? അത് പൊന്നിന് കൊടുക്കാം. അത് മൂത്ത ചുള ചെറുതാ. ചെറിയ ചുള. പക്ഷെ ചക്ക മുഴുക്കാത്തോണ്ടാ നീ. പക്ഷെ വെള്ളയില്ലല്ലോ. വേനലാണ്. മറ്റേ നന്നാറ് മുഴുക്കുന്നതൊക്കെ അല്ലായിരുന്നു. പഴുത്താലും നല്ലതാ. പഴം പഠിക്കാൻ പറഞ്ഞിട്ട് ഏത്തപ്പഴം ദോശ അമ്മയ്ക്ക് കൊടുക്കണ്ടല്ലോ എന്നോർത്ത് ഇതുവരെ വന്നിട്ടില്ല. ബൈക്ക് എടുത്തോണ്ടാ പോയിരിക്കുന്നത്. എനിക്ക് പേടി. കടയിലെ തുറന്നു കാണിക്കുന്നത് രാവിലെ എല്ലാവരും പള്ളിയിൽ പോയിട്ടൊക്കെ വരണ്ടേ. ഏത്തപ്പഴം അവിടെ ഇല്ലാന്നിട്ട് വേറെ വല്ല വഴിക്കും പോയോ? വേറെ ഒരിടത്തും മേടിക്കാൻ പോയി കാണും. അപ്പം ഇന്നലെയൊക്കെ അവധിയില്ലായിരുന്നു. ഞാണെങ്കിലും കുഴപ്പമില്ല. അവന് വണ്ടി വല്ല ഓടിക്കുന്നില്ലേ. പിന്നെ എന്നാ കുഴപ്പം അല്ലേ? പിള്ളേർ പ്രായമായില്ലേ? അവർ വണ്ടിയൊക്കെ ഓടിക്കണ്ടല്ലേ? പിള്ളേരെ പ്രായമായവർ വണ്ടിയൊക്കെ ഓടിക്കണ്ടല്ലേ? ആ പരിപാടി നടക്കുമോ? പേടിച്ച് കുത്തിയിരുന്നിട്ട് കാര്യമുണ്ടോ? അമ്മയ്ക്ക് രോമം പറഞ്ഞൊന്നും മനസ്സിലാകത്തില്ലേ? വാഷിംഗ് മെഷീൻ എല്ലാം കൂടെ ഉരുട്ടിയിട്ടു. മുകളിലുള്ള പാത്രം എല്ലാം കൂടെ വെച്ച് വാഷിംഗ് മെഷീൻ എല്ലാം കൂടെ ഉരുട്ടിയിട്ട് വാഷിംഗ് മെഷീൻ മറക്കാതെ മുകളിലിരിക്കുന്ന പാത്രം എല്ലാം കൂടെ കൊണ്ട് അടുക്കി വെക്കും. അതിലും കൂടെ മൊത്തം താഴോട്ട് വീഴുന്ന. എന്നാൽ താഴെ വീഴും. വാഷിംഗ് മെഷീൻ മറക്കുമ്പോൾ താഴെ പോകുന്നുള്ളവർ അറിയാവുന്ന കാര്യമാണ്. പൊക്കത്ത് ചുമ്മാ കൊണ്ടു വെച്ചിരിക്കുന്നത്. എല്ലാം കൂടെ പടന്നടിച്ച് താഴോട്ട് വീഴും. ലോഡ് കുറവാണ്. ലോഡ് കുറവാണ്. അവൻ വരുന്നുണ്ടല്ലോ. പഴം കിട്ടിയില്ല. വേറെ വല്ല വഴിക്കും പോയായിരിക്കും. ആരാ വരുന്നേ? ആരാണ്? ഇന്ന് ദുഃഖശനിയാഴ്ചയാ. ദുഃഖശനിയാഴ്ചയാന്ന്. ഇന്നലെ അവധിയായിരുന്നോണ്ടേ അതാ പറഞ്ഞു. ഇന്നലെ അവധിയായിരുന്ന തിരക്കാണ്. കടയെല്ലാം ഇന്നലെ അവധിയില്ലായിരുന്നു. അതുകൊണ്ടുള്ള പ്രശ്നമാണ്. ആര് ഇപ്പോൾ വന്നതോ? അയ്യോ അത് നമ്മുടെ ഭാവയല്ലേ? എലിക്കുട്ടിയമ്മയുടെ ഭാവയല്ലേ വന്നേ? വിവാനല്ലേ ഇത്?
വിവാൻകുട്ടനല്ലേ അത്? വിവാൻകുട്ടൻ പഴം മേടിക്കാൻ പോയിട്ട് വന്നതാ. പഴം മേടിക്കാൻ പോയിട്ട് വന്നതാ. പഴം അമ്മയ്ക്ക് ദോശയായണ്ടേ അമ്മയ്ക്ക് അധികം തിന്നത്തില്ല, അമ്മ തിന്നിയല്ലോ. അതുകൊണ്ട് ഏത്തപ്പഴം മേടിക്കാൻ പോയതാ. എലിക്കുട്ടമ്മയ്ക്ക് തരാൻ വേണ്ടി. എലിക്കുട്ടമ്മയ്ക്ക് ദോശയോട് വലിയ താല്പര്യമില്ലല്ലോ, എന്നെപ്പോലെ തന്നെയാണ്. അല്ല, അമ്മയെപ്പോലെയാണ് ഞാനും. അതുകൊണ്ട് എവിടെ? അത് വഴിയല്ലേ, വഴിയിലാണ് താമസക്കാരുള്ളത്. അത് വഴിയല്ലേ. വഴി ആൾക്കാർ പോവുള്ളൂ. താമസക്കാർ വീട് വഴിയല്ലേ. ഇന്നിപ്പം ഇതൊക്കെ ശനിയാഴ്ചയൊക്കെ ഉണ്ട്, ആൾക്കാർ യാത്രക്കാർ കുറവായിരിക്കും. വണ്ടിയോ? വണ്ടി നമ്മളെ കടയിലെ സാധനമല്ല അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ വണ്ടി അവിടെ വെച്ച് പുറത്തിറക്കിയിട്ടിരിക്കുന്ന പോർച്ചിലാണ് കൊണ്ടെല്ലാം വെച്ചിരിക്കുന്നത്. നമ്മുടെ കടയിലെ സാധനങ്ങളെല്ലാം കൂടെ കട അവിടെ പൊളിച്ചുകൊണ്ടിരിക്കുക. പൊളിച്ച് നമ്മൾ ഷീറ്റ് ഇടുക. അപ്പോൾ അതുകൊണ്ട് കടലിലെ സാധനങ്ങളെല്ലാം നമ്മളിവിടെ കൊണ്ട് അടുക്കി വെച്ചിരിക്കുക. അതുകൊണ്ടില്ലേ പോർച്ചിൽ കൊണ്ട് അടുക്കിയിരിക്കുകയാണ് മൊത്തം സാധനങ്ങൾ. നമ്മുടെ ഓഫീസിലെ സാധനങ്ങളെല്ലാം അവിടെ കൊണ്ട് അടുക്കി വെച്ചിരിക്കുന്നതാണ്. അവിടെ സൗകര്യം അവിടെ പറഞ്ഞായിരുന്നല്ലോ, ഇന്നലത്തെ വീഡിയോ പറഞ്ഞായിരുന്നല്ലോ, അവിടെ റിനോവേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. പണി തിരക്ക് എല്ലാവർക്കും കുറവായതുകൊണ്ട് ഈ സമയത്ത് ഇത് പൊളിച്ചുകൊണ്ടിരിക്കുക. പറങ്കി വേനലും അല്ലേ, ഇച്ചിരി കഴിയുമ്പോൾ മഴയായി കഴിഞ്ഞാൽ പിന്നെ പരിപാടി നടക്കുകയില്ല. അതുകൊണ്ട് അത് പൊളിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്, പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ പൊളിക്കൽ പരിപാടി ഇവിടെ കെട്ടിപ്പോക്കാനുള്ളിടത്തിൻ്റെ പൊളി ഏകദേശമായിട്ടുണ്ട്. ബാക്കി നാളെ പൊളിക്കാമെന്ന് പറഞ്ഞതാണ്, അടുത്ത ദിവസമായിട്ട് പൊളിക്കാമെന്ന് പറഞ്ഞതാണ്. ഇതിവിടെ കട്ട കെട്ടിപ്പൊക്കെ ആ ലെവലിന് പൊക്കാക്കണം. എന്നിട്ട് വേണം അതിനുവേണ്ടി പൊളിച്ചേണ്ടി. ഒരു വാതിൽ പൊളിച്ച് കഴിഞ്ഞ് വേറെ വാതിൽ ഫിറ്റ് ചെയ്യണം. വാതിൽ താന്നിരിക്കും, അതുകൊണ്ട് ഒക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഒരു മഴയൊക്കെ വരുന്നുണ്ട്. മഴ പെയ്യായിരുന്നാൽ മതിയായിരുന്നു ഞങ്ങളുടെ പരിപാടി ഒക്കെ ആയിട്ട് പോയതിന്. മഴ പെയ്താൽ പണി കിട്ടും, മൊത്തം നനയാകത്തില്ല. അപ്പം നമ്മുടെ കട്ടകെട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ലെവലിന്. ദീപും അപ്പുറത്തെ സജീവ് കൂടിയാണ് നിൽക്കുന്നത്. കട്ടകെട്ട് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ആ ഹൈറ്റിന് കട്ട കെട്ടിക്കൊണ്ടിരിക്കണം. ബാക്കി പൊളിക്കാനുണ്ട്. ഇവിടെ കത്താ വെയിലാണ്. അതിന് നമുക്ക് പൊന്നൂന് കപ്പക്കോല് കൊടുക്കാം. ചക്ക മുറിച്ച് കൊടുക്കാം പൊന്നൂന്. പൊന്നിക്കിടാവനെ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്, പച്ചച്ചക്ക. മൂക്കാത്ത ചക്ക. അത് ഒരു മൂക്കാത്ത ചക്ക കിട്ടിയിട്ടുണ്ട്. അത് പൊന്നുക്കിടാവിന് അങ്ങ് അരിഞ്ഞു കൊടുക്കാമെന്ന്. അവിടെ കിടന്ന് കരയുന്നുണ്ട്. അരിഞ്ഞു കൊടുത്തിട്ട് വരാം. എലിക്കുട്ടൻ വലുത് തേച്ചില്ലേ? അപ്പോൾ എലിക്കുട്ടൻ രാവിലെ വലുത് തേക്കെ, എന്നിട്ട് നമുക്ക് കഴിച്ചേക്കാം. വലുത് തേക്കണ വീഡിയോ വേണ്ട. അമ്മ ഇന്നലെ വൈകിട്ട് അത്തരം കഴിച്ചോ? എത്ര വർഷങ്ങളായി കാണും വീട്ടിൽ പോന്നപ്പോ പല്ല് തേച്ചു പോന്നാന്ന് പറഞ്ഞാല്. ഇന്നമ്മ വീട്ടിൽ നിന്നാണ് ഇപ്പം വന്നേ. പിന്നെ ആണോ? പല്ല് തേക്കാൻ മടി കൊണ്ട് പറയുന്നതല്ല, പല്ല് തേക്കാനുള്ള മടി കൊണ്ട് പറയുന്നതല്ല. ശരിക്കും കുഞ്ഞു പിള്ളേരെ പോലെയല്ലേ നോക്കിക്കേ. കുഞ്ഞു പിള്ളേർ എന്നൊക്കെയാണോ മടിയായിട്ട് പറയുന്നത്, അതുപോലെ തന്നെയാ അമ്മ പറയുന്നത്. എന്നാ പല്ല് കേക്ക്. അവൻ ഞാൻ പറഞ്ഞ എടുക്കി എടുക്കണം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞത്. പല്ല് തേക്കൂട്ടാ. ഇന്നലെ അത്താഴം കഴിച്ചായിരുന്നോ? അതാ അത്താഴം കഴിക്കാത്തോണ്ടായിരിക്കും. സാറിന് അമ്മ എല്ലാ വെള്ളിയാഴ്ചയും ഒരു നേരം നോക്കണ. അപ്പോൾ ഇന്നലെ ഒരു നേരമായിരുന്നു അല്ലേ. അപ്പോൾ എലിക്കുട്ടമ്മ കൊല്ലൊക്കെ തേച്ച് അവിടെ കഴുകുന്നുണ്ട്. നമ്മൾ നേരത്തിനും പൊന്നുക്കുച്ചിന് ചക്ക കൊടുക്കാൻ പോകണം. പൊന്നുക്കുച്ചിന് ചക്ക സ്പെഷ്യൽ ആയിക്കോട്ടെ, ഈസ്റ്റർ കാണിച്ചുള്ളത്. രോമോളം അവിടെ മുറിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തുകൊണ്ട് പോവുകയാണ്. അതല്ലാണ്ട് വാരി പൊന്നൂന് കൊടുക്കാം. ഇന്ന് പൊന്നൂന് ഇന്ന് ഈസ്റ്ററിൻ്റെ ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ ഫുഡാകട്ടെ. കണ്ടോടി പൊന്നുപ്പെണ്ണേ, പൊന്നുക്കുട്ടിക്ക് ഇന്ന് ചക്കയാടി. ചക്ക ഇഷ്ടമായില്ലേ? ഉണ്ടോ? അപ്പോൾ നമ്മുടെ ചക്കയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് കൂട്ടിയിട്ടുണ്ട്. ഇനി കൊട്ടയ്ക്കകത്തോട്ട് കുറച്ച് വാരിയിട്ട് മുഴുവൻ കൊടുക്കുന്നില്ല. ഒറ്റയടിക്ക് കുറച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് തിന്നിട്ട് ആണെ കൊടുക്കുക, അല്ലെങ്കിൽ അവൾ തട്ടി മറിച്ച് കളയും. കുറച്ച് കൊടുക്കുക, കുറച്ച് കൊടുത്തിട്ടിട്ട് ബാക്കി പിന്നെ തേഞ്ഞില്ലെങ്കിൽ കൊടുക്കുക. പുറത്തിറക്കി കിട്ടിയിട്ടാണ് കൊടുക്കുന്നത്. മോള് രാവിലെ തുണിയെല്ലാം അലക്കി ഇട്ടിട്ട് വന്നിട്ടുണ്ട്. മിഷൻ അലക്കിയ തുണി കൊണ്ടിട്ടെന്നാ പറഞ്ഞേ. ഇവിടോടി പൊന്നമ്മേ.
പൊന്നമ്മയ്ക്ക് നമ്മളിപ്പോൾ ഇത്രയേ കൊടുക്കുന്നുള്ളൂ. ചിലരിത് ഇതിനകത്ത് ഉപ്പൊക്കെ തളിച്ചാണ് കൊടുക്കാറില്ല. നമ്മളിപ്പം പഴമല്ലാത്തതുകൊണ്ട് ഉപ്പൊന്നും കൊടുക്കുന്നില്ല. ചെറുപ്പം പോലെ ഇവർ തിന്ന് ശീലിച്ചുകൊണ്ടേ കുഴപ്പമൊന്നുമില്ല. കുഞ്ഞിയുടെ സ്റ്റൈൽ തന്നെയാണ്. കുഞ്ഞിയുടെ പൊട്ട് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. കുഞ്ഞിയുടെ സ്റ്റൈലൊക്കെ തന്നെയാണ് പൊന്നമ്മയ്ക്ക് അല്ലേ. നമ്മളെന്നാൽ പൊന്നമ്മയ്ക്ക് കൂടെ തന്നെ വെള്ളം കൂടെ വെച്ച് കൊടുത്തേക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ കൂടെ തീറ്റ കഴിഞ്ഞ് വെള്ളം കുടിച്ചോളും. അല്ല പിന്നെ വെള്ളമായിട്ട് പോകണം. അതുകൊണ്ട് വെള്ളം കൂടെ വെച്ച് കൊടുക്കുകയാണ്. തീറ്റ അവിടെ കൊണ്ട് ഞാൻ വെച്ചു. രാവിലെ വേണ്ട മഴക്കാരൊക്കെ പോയി. മാനം തെളിഞ്ഞ് സെറ്റായി വരുന്നുണ്ട്. നേരത്തെ പോലെ വെയിലാണെങ്കിൽ പണി പാടും. മുഖേറിട്ടിരിക്കുന്നതുകൊണ്ട് ഇത്തിരി തീറ്റ പാടുണ്ട്. ശരിയായിട്ടില്ല. ഇപ്പോൾ വളരുന്നതനുസരിച്ച് ലൂസാക്കി കൊടുക്കണമല്ലോ. അതുകൊണ്ട് പൊന്നിൻ്റെ തീറ്റ കുഴപ്പമില്ല, എന്നാലും തിന്നുന്നുണ്ട്. എന്നിട്ട് ഉച്ച വരുന്ന കപ്പക്കോലൊക്കെ ഉണ്ട്, പൊടിച്ചവിടെ ഇട്ടിരിക്കുകയാണ്. മുഴുവൻ തിന്നിയില്ല. ആപ്പിളാവൽ നമ്മുടെ ആപ്പിളാവൽ ചക്കയായി വരുന്നുണ്ട്, മൂത്ത് വരുന്നുണ്ട്. ആപ്പിളാവൽ ചക്കയാണ് നാളെ മറിച്ച് കുമ്പളുണ്ടാക്കിയത്. പിന്നെ നമ്മുടെ ഈ തൊട്ടിൽ നമ്മുടെ ഈ പറമ്പിനോട് ചേർന്ന് തന്നെ ഒരു കിണറും കൂടെ വരുവാണ്. ആ വീട്ടുകാർ അവിടെ കിണർ കുത്തുവാണ്. പുറകിലെ സ്ഥലം വിറ്റ് പോയായിരുന്നു. അപ്പോൾ അവിടെ അവർ വീട് പണിയുന്നുണ്ട്. ആ തൊട്ടിലായിരുന്നു കിണറുണ്ടായിരുന്നു. അതുകൊണ്ട് അവരവിടെ ഇവിടെ കിണർ കുത്തുവാണ്. ആരാ ഇവിടെ ഒന്നും ആരുമില്ലല്ലോ. അണ്ണാനാണോ? അണ്ണാനെ വെക്കണം തിലക്കുന്നുണ്ട്. അവൻ്റെ മുകളിലോട്ട് നോക്കിക്കൊണ്ട് എണ്ണ പേരക്കട കയറി നടന്നായിരിക്കും. അവനകത്തോട്ട് നോക്കിക്കൊണ്ടാണ് കയറി തിരിക്കുന്നത്. എല്ലാവർക്കും കൂടിയുള്ള പഴം ഇവിടെ ശരിയാകുന്നുണ്ട്. ഏത്തപ്പഴം വൈകുന്നേരത്തിനോട് കൂടിയുള്ള. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ശനിയാഴ്ചത്തെ കാര്യങ്ങളൊക്കെയാണ്, രാവിലത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എലിക്കുട്ടിയമ്മ വലുതൊക്കെ തേച്ചിട്ട് വന്ന് കിടക്കും കേട്ടോ. കാപ്പി പിടിച്ചാൽ മതി അല്ലേ. ചെരുപ്പൊക്കെ തല തിരിച്ചൊക്കെ ഇട്ടാണ് കിടക്കണതെന്ന് ഉണ്ടോ. ചെരുപ്പൊക്കെ കാലയിലിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ട് ചെരുപ്പൊക്കെ തല തിരിച്ചിട്ടുണ്ടാണ് നടക്കുന്നത്. ഇന്നലെ പറഞ്ഞു അതിനെന്നാ കുഴപ്പമെന്ന് ചോദിച്ചു. ചെരുപ്പ് ഇട്ടെന്ന് തല തിരിച്ചിട്ടെന്ന് വെച്ചാൽ എന്നാ കുഴപ്പമെന്ന് തന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു തട്ടി വീണാൽ പണി വാളിയല്ലേന്ന് ചോദിച്ചു. അല്ലെങ്കിൽ ചെരുപ്പൊക്കെ തല തിരിച്ചാൽ ഇടുന്നെന്ന് പറയുക ചെയ്തേ. ഇപ്പോൾ രാവിലത്തെ കാപ്പി അത് ഇച്ചിരി താമസിച്ച് പോയില്ലേ അതായിരിക്കും. അപ്പോൾ നമ്മൾ എലിക്കുട്ടമ്മയ്ക്ക് പഴമാണ് ബാക്കിയത് ചമ്മന്തി ഉണ്ടാക്കിയ പാത്രത്തോടെയാണ് ഇവിടെ വെച്ചിട്ട്. ദോശ വാടാ വിവാനെ ഏറ്റുവാടി. അത് ഇന്നലെ നടപ്പൊക്കെ നടന്നില്ലേ, വെയിലും കൊണ്ട് നടക്കുകയൊക്കെ ചെയ്തില്ലേ, അതുകൊണ്ടാണ്. അതെ അത് കാണുന്ന സാറിന് ശരി. എന്നാലും പഴമില്ല. ഞാനും വൈകിട്ട് വന്ന് നോക്കി. സാറിന് ഇതൊക്കെ വെള്ളിയാഴ്ച വെറുതെ നോക്കുന്നതുകൊണ്ടുള്ള കുഴപ്പങ്ങളൊക്കെയാണ്. പെട്ടെന്ന് നോക്കുമ്പോഴത്തേനേ വൈകിട്ട് വാ. സാമ്പാർ ടേസ്റ്റ് കൂടുതൽ കാണും കേട്ടോ. ഇന്നലെ ഉണ്ടാക്കിയതല്ലേ, നമ്മൾ കാണും ടേസ്റ്റ് കൂടുതൽ കാണും. ഇന്നലെ ഉണ്ടാക്കിയല്ല, അത് ചില സാധനങ്ങൾ ഫുഡുകൾ അങ്ങനെയാണല്ലോ. ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേനാണ് രുചി കൂടുന്നത്. അത് നേരെ വിശപ്പ് ഉണ്ടെങ്കിൽ ശരിയാ വരും. അതുകൊണ്ട് മുടിയെ അത് ആ മുടി നന്നായിട്ട് വെട്ടിക്കളയാനേ. ആണോ? ചമ്മന്തിയാണ് നല്ലത്. ഇനി ഇന്നത്തെ ബാക്കി പരിപാടി എന്നാക്കിയാ ശനിയാഴ്ച? അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ അഡ്വാൻസ് ഈസ്റ്റർ ആശംസകൾ എല്ലാവർക്കും നേരുകയാണ്. വിവാനെ കണ്ടില്ലെന്ന് പരാതി പറയുന്ന എത്രയോ പേരുണ്ട്. വിവാനെ ഇഷ്ടപ്പെടുന്ന എത്രയോ പേരുണ്ട്. അമ്മച്ചിമാരോടൊക്കെ പറ ഹാപ്പി ഈസ്റ്റർ. നാളെ പറയുമ്പോൾ ഈ ദിവസം ഒന്ന് മാറിപ്പോവും. വീഡിയോ വരുമ്പോൾ അഡ്വാൻസ് ഹാപ്പി ഈസ്റ്റർ പറ. ഹാപ്പി ഈസ്റ്റർ ഹാപ്പി ഈസ്റ്റർ ഉള്ള നാളെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റന്നാളത്തെ വീഡിയോക്കകത്ത് വരുമോ? മറ്റന്നാളല്ലേ വരുള്ളൂ, ഈസ്റ്റർ കഴിഞ്ഞല്ലേ വരുള്ളൂ. അമ്മ ഹാപ്പി ഈസ്റ്റർ പറഞ്ഞു അമ്മയുടെ മക്കളോട്. എലിക്കുട്ടിയമ്മേ ഹാപ്പി ഈസ്റ്റർ പറ. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ.
നാളെയാ, ഇന്ന് പറഞ്ഞേക്ക്. പറ പറ നമ്മുടെ മക്കളൊക്കെ എല്ലാവർക്കും വേണ്ടി പറ. ഹാപ്പി ഈസ്റ്റർ. അമ്മ പറയുന്നത് കേൾക്കാൻ അവരെല്ലാം നോക്കിയിരിക്കോ? പറ ഹാപ്പി ഈസ്റ്റർ എന്ന് പറ. ഹാപ്പി ഈസ്റ്റർ. നാളെ പറഞ്ഞ കഴിഞ്ഞ വർഷം പറഞ്ഞാൽ തോന്നുന്നു അത് ഹാപ്പി ക്രിസ്മസ് ആണ്. ഓണമൊക്കെ ഹാപ്പി ക്രിസ്മസ് ഒക്കെയാ പറഞ്ഞേ. ഹാപ്പി ഈസ്റ്റർ എന്നാമേ. ആ ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. വന്നതാ പറ്റാത്ത പോയി. ഹാപ്പി ഈസ്റ്റർ. പഴം അതോടാ ഒരെണ്ണം കൂടെ തട്ടെ. ഇതുകൂടെ തിന്നോ. ഹാപ്പി ഈസ്റ്റർ. നമ്മുടെ മക്കളോടെല്ലാം ഒന്ന് പറഞ്ഞേ ഹാപ്പി ഈസ്റ്റർ എന്ന് പറഞ്ഞേ. ഹാപ്പി ഈസ്റ്റർ. അതിനുള്ള മൂടൊന്നും ഇല്ല. അപ്പം ഇന്ന് താമസിച്ച് കഴിപ്പതാണ്. പെരുന്നാളൊക്കെ വരും വെക്കുന്നതല്ലേ. ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പ്. ഈശോയുടെ ഉയർപ്പ് പെരുന്നാളാണ്. ഈശോയുടെ ഉയർപ്പ് പെരുന്നാളാണ് ഈസ്റ്റർ. എല്ലാവർക്കും ഞങ്ങളുടെ അഡ്വാൻസ് ഹാപ്പി ഈസ്റ്റർ നേരുകയാണ്. എല്ലാവർക്കും ഈ ഒരു വർഷം നല്ല രീതിയിൽ പോകാനായിട്ട് എല്ലാ ആശംസകളും നേരുന്നു. അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഈസ്റ്റർ നേരുന്നുണ്ട്. എന്റെ ദൈവമേ, ഇത് 100 തവണയായി പറയുന്നത്. ഒരു തവണ മതി. ഒരു തവണ നിർത്തി. ഇത് നിർത്തി. അല്ലെ അവര് പറയാതെ പറയും. കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കുമെന്ന് പറയും അല്ലേ. എന്നാ നിർത്തി. വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.